ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഏതാ റൂം? വാസന്തി, ചെല്ല്. വരാൻ പറയട്ടെ സാർ. ആര്? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി സാർ. ഹലോ. ആ, ഒന്ന് വേഗം വാ വാസന്തി. ഓക്കെ. ഇത്ര പെട്ടെന്നോ? പറന്നു വന്നതല്ലേ. ഫോൺ വന്ന ഉടനെ ചിത്രയെ ചാർജ് ഏൽപ്പിച്ചിട്ട് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു. വേറൊരു തമാശ അറിയോ? സേതുവട്ടിന് എന്ന് ഇവിടെ വന്ന് റൂം എടുത്താലും അവർ ഓരോരുത്തരും ചോദിക്കും, പോകുന്നില്ലേ 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 എന്ന്. അപ്പൊ അവരെല്ലാം നമ്മുടെ പാർട്ടിയാണല്ലേ? ആരുടെ പാർട്ടി ആയാലും. ഹായ്, അതിങ്ങ് തരൂ. അങ്ങനെ പെട്ടെന്ന് തരാനുള്ളതല്ല, ഒരു സന്തോഷ വാർത്തയോടൊന്നിച്ച് സമ്മാനിക്കാനുള്ളതാണ് ഈ സാധനം. എന്താ? നമ്മുടെ വിവാഹത്തിന് എന്റെ അമ്മ സമ്മതിച്ചു. നേരോ? ഈശ്വര, എന്റെ പ്രാർത്ഥനയാണ്. എന്റെ ഇതിരിക്കട്ടെ. നമ്മുടെ വിവാഹം നിശ്ചയിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ആ സേതുട്ടാ, ഇന്ന് വീട്ടിൽ വന്ന് അച്ഛനെ ഒന്ന് കാണണം. മൂപ്പർ എവിടെ നിൽക്കുന്നു? നിൽക്കുന്നത് പഴയ സ്ഥലത്ത് തന്നെയാ. എങ്ങനെയും പിടിച്ച് തളയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്തോ വ്യവസ്ഥകൾ? ആയിക്കോട്ടെ. ഒന്ന്, കല്യാണം കഴിഞ്ഞാലും ഇവളുടെ ഇപ്പോഴുള്ള ജോലി കളയരുത്. ജോലി കളയുന്നില്ല. ഇനിയുള്ളത് എന്റെ കാര്യമാണ്. അത് ഏറ്റെന്ന് പറഞ്ഞല്ലോ. അതും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചിറക് മുളയ്ക്കാത്ത എന്റെ മകന്റെ കാര്യമാണ്. മോനെ രാജേഷേ, എടാ കുഞ്ഞേ. എന്താ അച്ഛാ? ഇതാണോ ചിറക് മുളയ്ക്കാത്ത മകൻ? എന്താ, ഒന്ന് കാണിച്ചു തരാവോ? ഇവൻ എവിടെയാ ചിറക് മുളച്ചിരിക്കുന്നത്? ഞാൻ ഉറവായിട്ടില്ലടോ. ഇവനെ നിങ്ങൾ പഠിപ്പിച്ച് കളക്ടറാക്കണം. എന്തോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എങ്കിലും ആലോചന ഇവിടെ തന്നെ വെച്ച് നിർത്താം. അച്ഛാ, പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. കളക്ടറാക്കുന്ന കാര്യം ഇവനും ഏറ്റു. എന്താ ഏറ്റില്ല മോനെ? ഏറ്റച്ച. ഉപകാരം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല. മാസം തോറും ശമ്പളം കിട്ടിയാൽ ഇവളുടെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തരുന്നു. തന്നോ? ഓ, തന്നു. അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി തിരിച്ചു തരുന്നു. സമ്മതമാണോ? സമ്മതം. എങ്കിൽ പിന്നെ കല്യാണം നടന്നോട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കല്യാണ ചെലവ് അത് ഞാൻ ഏറ്റു. അസുതായി. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പഴയ കാര്യങ്ങളൊക്കെ അറിയാതെ അങ്ങനെ ഓർമ്മിച്ചു പോയി. ഓഹോ, എത്ര പെട്ടെന്ന കാലം കടന്നു പോകുന്നത്. അതായിരുന്നോ? എന്താ എത്ര നോക്കാൻ? ഇന്ന് ലീവ് എടുത്തൂടെ വാസന്തി? അയ്യോ, ലീവോ? നല്ല കഥയായി. ലീവിന്റെ കാര്യം പറഞ്ഞ മാനേജറുടെ മുഖം ഒന്ന് കാണണം. ഓ, അയാളുടെ ഒരു മോഹം തൊഴിക്കണം. ഞാനാണെങ്കിൽ 2 ആഴ്ച സർക്കിട്ട് കഴിഞ്ഞ് വന്നതാ. ഭാര്യയോടൊന്ന് മനസ്സ് കൊടുക്കാൻ സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ദേ, നോണ പറയുന്ന കേട്ടോ? ഇന്നലെ രാത്രി പിന്നെ എന്തായിരുന്നു? ഓ, മെനക്കേട്. ഏതായാലും ഒരു ഗുണം കിട്ടി. മക്കള് 2ആയിട്ടും മനസ്സിപ്പോഴും. അതെ അതെ, അതിപ്പോഴും ഫസ്റ്റ് നൈറ്റ് തന്നെ നിൽക്കുക. ഓ സേതുട്ട, പ്ലീസ്, ഞാൻ ഇനി മേക്കപ്പ് ചെയ്യേണ്ടി വരും. സമയം പോയി. ഈ ഒരു കാര്യത്തിന് മാത്രം എക്സ്ക്യൂസ് പറയല്ലേ മോളെ? ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് ഓടി വരില്ലേ? അതിനൊന്ന് വൈകി കിട്ടണ്ടേ? ഡാഡി, ഞങ്ങൾ സ്കൂളിൽ പോന്നു. ഓഹോ. മമ്മി, ഞാനും പോന്നു. പോയിട്ട് വാ മോളെ. പഠിത്തമൊക്കെ എങ്ങനെ? നല്ലോണം പഠിക്കുന്നുണ്ട് ഡാഡി. മുത്തശ്ശിയുടെ ട്യൂഷനും ഉണ്ട്. അതെ അതെ, രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിക്കുക. മുത്തശ്ശി ഞങ്ങളെ മലയാളം പഠിപ്പിക്കും, ഞങ്ങൾ മുത്തശ്ശിയെ ഇംഗ്ലീഷും പഠിപ്പിക്കും.
കൊള്ളാമല്ലോ, അതൊരു നല്ല കൊടുക്ക വാങ്ങാനാണല്ലോ. ഞാൻ ഇവരെ കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് വരാം. അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? ഇതെനിക്കൊരു ആശ്വാസമല്ലേ മോനെ. വാ മക്കളെ വാ. ഡാഡി ടാറ്റാ, മമ്മി ടാറ്റാ. ടാറ്റാ. മമ്മിയും ഡാഡി വാസന്തിയായി ഈ വിളി വരെ പഠിപ്പിച്ചത്. അമ്മ എന്ന പദത്തിന്റെ അഴകും ഐശ്വര്യം എവിടെ കിടക്കുന്നു? നിന്റെ ഈ കമ്മി എവിടെ കിടക്കുന്നു? ഓ, ഞാൻ സഹിച്ചു. ആരാ അവിടെ ഒളിച്ചു കളിക്കുന്നത്? അകത്തേക്ക് വരാം, വരണം. ഇന്ന് എന്താണാവോ ഡിമാൻഡ്? എക്സ്കർഷനോ ടൈം ടേബിൾ ബുക്കോ? അവൻ പറയുന്നതിന് മുൻപ് ഇങ്ങനെ വാരിയാലോ? അവന് കോളേജിൽ പോവാൻ ബസ്സിൽ ഭയങ്കര തിരക്കാണെന്ന്. ഓഹോ, എന്നാ ഹെലികോപ്റ്ററിൽ പോട്ടെ. ഇപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം ബുള്ളറ്റിലെ അളിയാ വരുന്നത്. ആഹാ, അപ്പൊ താൻ മാത്രം സിമ്പിൾ ആയിട്ട് ബസ്സിൽ ചെന്നിറങ്ങുമ്പോ പെമ്പിള്ളാരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കൂലേ? ഇതൊരു ചാൻസ് അല്ലേ? ഓ, ചാൻസ് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അളിയൻ വരുമ്പോ പറയാൻ ഞാൻ പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ബസ്സിൽ തന്നെ പോ. അടുത്ത വർഷം നമുക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കാം. എന്താ? മതി അളിയാ, അടുത്ത വർഷം മതി. ആ, എങ്കിൽ അളിയൻ പോ. വരട്ടെ അളിയാ. പോയി വാ അളിയാ. പിന്നെ അവനൊരു ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കണം. ധൃതി വെച്ചാൽ ഒക്കുവോ വാസന്തി? നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തേ സാധിക്കാത്തത്? ഇവിടുത്തെ ചെലവിന്റെ കാര്യത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും പിടിയുണ്ടോ? ഈ വലിയ വീടിന്റെ വാടക, ആഹാരം, വസ്ത്രം, രാജേഷിന്റെയും കുട്ടികളുടെയും പഠിത്ത ചെലവ്, പിന്നെ നിന്റെ അച്ഛന് മാസം തോറുമുള്ള വിഹിതം, ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്ത് മിച്ചം കാണും? എനിക്കറിയില്ല. അറിയണം. കുട്ടികൾ വളർന്നു വരികയാണ്. വരവറിഞ്ഞ് ചെലവാക്കിയാലേ അവർക്ക് വേണ്ടി നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ പറ്റൂ. അതൊക്കെ സേതുവട്ടം വേണ്ട പോലെ ചെയ്താൽ മതി. ഒന്നിനും ഇവിടെ ഒരു കുറവും വരരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളൂ. പേടിക്കണ്ട, ഇത് ഞാനാ. അമ്മാവൻ എന്ത് വേണം? ഉയ്യോ, അമ്മാവനോ? ചങ്കി കുത്തുന്ന വിളി വിളിക്കാതെ മീനാക്ഷി. ഇതേ എണ്ണക്കേട് കൊണ്ടുള്ള നരയാ. അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് മുറി തൂക്കണം. തൂത്തോ തൂത്തോ, അതിനെന്താ? അതിനു മുമ്പ് കുളിമുറി വന്നിട്ട് എന്റെ ഈ പുറമൊന്ന് തേച്ചതാ. അതിന് വേറെ ആളെ നോക്ക്. എന്റെ പൊന്നു മീനാക്ഷിയല്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. എന്താ മീനാക്ഷി? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. എനിക്കിവിടെ ജോലിക്ക് കേൾക്കാൻ പറ്റില്ല. അത് എവിടുത്തെ മര്യാദയാ? നീ വന്നിട്ട് 4 ദിവസമല്ലേ ഉള്ളൂ. വന്ന അന്ന് തന്നെ പോകേണ്ടതായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി ഇതുവരെ നിന്നത്. സൂക്കേടോ? ഇവിടെ ആർക്കാ സൂക്കേട്? കൊച്ചമ്മയുടെ അച്ഛന് തന്നെ, അല്ലാതെ ആർക്കാ? ഒന്ന് പതുക്കെ പറ, സേതുവട്ടം കേൾക്കണ്ട. ആര് കേട്ടാൽ എനിക്കൊന്നുമില്ല. ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയുടെ മനുഷ്യൻ. എടീ, മര്യാദയ്ക്ക് സംസാരിക്ക്. മര്യാദയോട് കാണിച്ചാലേ പറയും. എന്താ എന്താ? ആ, ഒന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചമ്മ എന്തിനാ വിളിക്കുന്നത്? ഈ കൊച്ചമ്മയുടെ അച്ഛൻ എപ്പോ കുളിക്കാൻ കയറിയാലും എന്നെ അകത്തേക്ക് വിളിക്കും. അയ്യോ, അതെന്തിന്? ഈ സേതുവട്ടം അതിനപ്പുറം. നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ വന്നിട്ട് സമാധാനം ഉണ്ടാക്കാം. ഒരു സമാധാനം ഉണ്ടാക്കണ്ട. എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട. അപ്പോ പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ വാസന്തി? സേതുവട്ടന്റെ കാര്യം നോക്ക്. ഓ, ഇന്നും വണ്ടിക്ക് സൂക്കേടായിരിക്കും. സൂക്കേടൊന്നുമില്ല, അവന്റെ ബാക്ക് ടയർ ഒന്ന് പഞ്ചറാ. ഇത് എവിടെങ്കിലും കൊണ്ട് കളയാവോ? സ്ഥലമെങ്കിലും ഒഴിഞ്ഞു കിട്ടിയേനെ. മോനെ സേതു, എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ടത്? ആ വേലക്കാരി പെണ്ണ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ല. അതിന് വാസന്തി അവളെ ശകാരിച്ചതാ. ഓഹോ, അവള് പോയോ ആ മീനാക്ഷി? പോയില്ല, പോകും. ഓ, പോട്ടെ. അനുസരണയില്ലാത്ത ശവം. അല്ല സേതു, സേതു ഈ സർക്കിട്ട് പോകുമ്പോ കൊച്ചു പെമ്പിള്ളേരെ കിട്ടുകയില്ലേ? കൂടിയാ 14, കുറഞ്ഞാ 12. ഇതിനിടയിലുള്ള പെമ്പിള്ളേരാകുമ്പോ വീട്ടുജോലിക്ക് നിർത്തിയാ നല്ല അനുസരണ ഉണ്ടാകും. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഉണ്ടോ? കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ മിടുക്കിയ, അതെയോ? പക്ഷെ വയസ്സിന് അല്പം കുറവാണെന്ന്. എന്നാലും ഉദ്ദേശം എത്ര കുറയും? വെറുതെ എന്തിനാ ഉദ്ദേശം പറയുന്നത്? നമ്മുടെ ബിന്ദുമോളാ.
അപ്പോഴേ വേലു തന്റെ ചിഞ്ചിരത്തിന് പുറകിൽ നിന്ന് മാറ്റി നിർത്താമോ? എന്താ കാര്യം? താൻ ആശാൻ കേൾക്കാൻ വേണ്ടി മുക്കാനും മൂളാനും തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എടോ അനാവശ്യം പറയത്. അനാവശ്യമാണോ? അവനെ പുറകിൽ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കിച്ച് കളിക്കുകയല്ലേ താന്? ഈ സ്ഥാപനം എന്റെ വകയായി പോയി, അല്ലെങ്കിൽ എന്നെ മറുപടി പറയായിരുന്നു. ഉടക്കാതെ വേലു, ഉടക്കാതെ. ഉടക്കിയില്ലെങ്കിൽ അയാൾ പിന്നെ ഇങ്ങനെ ഉടക്കുപോലും ആകുന്നത്. പക്ഷെ ചിഞ്ചിലത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇനി കളിച്ചാൽ മതി. നേരെ അത് മതി. പറയുന്നു പറയണ വെറുതെ പേരോട് ലഭിക്കാൻ നിൽക്കുക. മാറിക്ക് ആ കളി. ആശാൻ വന്നല്ലോ. ഭജഗോവിന്ദം 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 മൂഢൻ ഇതാ. എടാ എടാ ചിഞ്ചിലെന്നാണോ? ഒന്ന് നിർത്തടാ. അവന്റെ ഒരു ആശാനെ എവിടെ ആയിരുന്നു ആശാനെ? കുറച്ചു നേരം കാത്തിട്ട് ഞങ്ങളങ്ങ് മുടങ്ങി ഇരിക്കെ. അതേ, ഇന്ന് എനിക്ക് ചെറിയൊരു വശത്തശക് പറ്റി. ഞാൻ അറിഞ്ഞു. ആ വേലക്കാരി മീനാച്ചി പോയല്ലേ? അത് വേലു എങ്ങനെ അറിഞ്ഞു? അവളെ വഴി വെച്ച് കണ്ടു. എടോ, പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ പ്രമാണം? ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു. എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടുന്നില്ല വേലു. ഈ ക്ഷമ കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. പക്ഷെ ജലമുണ്ട്. ഏറ്റു. എന്നാ കൊടു. വലുതോ ചെറുതോ? വലുത് തന്നെ പോരട്ടെ, ഇത്രയും പേരുള്ളതല്ലേ. എന്നാ പട്ട മതി. ഓ, മുട്ടിയാനായിട്ട് പട്ടയെങ്കിൽ പട്ട. എന്നാ എടാ, എന്റെ മോള് ജോലി ചെയ്തുകൊണ്ടാകുന്ന കാശാ, ബാക്കി ഇങ്ങോട്ട് തരണം. ഇതിലെന്തോ മാഷന്റെ ബാക്കി? പോരാതെ വന്നാൽ കടം പറഞ്ഞേക്കാം. എന്റെ പൊന്നു കാണൂ, പട്ടസാപ്പി മാത്രം എന്റെ പേര് എഴുതിക്കല്ലേ. വേണമെങ്കിൽ ആശാന്റെ അല്ല, നിന്റെ പേര് എഴുതിച്ചോ. ആ, ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയത്. ആശാനെ, ഈ പിച്ചാച്ചി ഒന്ന് മാറ്റിക്കേ. ഓ, ഒന്ന് മാറ്റിക്കേ. മുത്തശ്ശി, ഞങ്ങള് ഡാഡിയുടെ കൂട്ടത്തിൽ വെളിയിലൊന്നും പോയിക്കോട്ടെ? അല്ല, ഇത് എവിടുന്നോ ഈ പുത്തനുടുപ്പൊക്കെ? ഡാഡി വാങ്ങിക്കൊണ്ടുവന്നതാ. നല്ല ഭംഗിയായിരിക്കുന്നു. ഞാൻ ഇവരുമായിട്ട് ഒന്ന് വെളിയിൽ പോയിട്ട് വരട്ടെ അമ്മേ. നല്ല കാര്യം മോനെ. എന്നും ഇവരിങ്ങനെ പള്ളിക്കൂടം വീടുമായിട്ട് കഴിയുകയല്ലേ. ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരൂ. മുത്തശ്ശി വരുന്നില്ലേ? മുത്തച്ഛി വന്നാ പിന്നെ ഇവിടെ ആരാ? മക്കള് പോയിട്ട് വന്നാ മതി. വാസന്തി വരുന്നില്ലേ മോനെ? ഹോട്ടലിൽ ചെന്ന് വാസന്തി കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോകും. പോയിട്ട് വാ. നടന്നു. പാവയ്ക്ക, വെണ്ടയ്ക്ക, വെള്ളരിക്ക, വഴുതനങ്ങ, കത്തിരിക്ക, മത്തങ്ങ. ഡാഡി, മത്തങ്ങ വരുന്നുണ്ട്. മത്തങ്ങയോ? അവരെല്ലാരും മത്തങ്ങ എന്നാ വിളിക്കുന്നത്. എന്നാ മക്കൾ അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഇല്ല ഡാഡി. അച്ഛനും മക്കളും കൂടെ അങ്ങോട്ടാ? ഒരു ചെറിയ സർക്കിട്ട്. കുഞ്ഞുങ്ങളുടെ അമ്മ വരുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? ഹോട്ടലിലേക്ക് നമ്മളെ വിളിച്ചോണ്ടേ പോകൂ. അമ്മ എവിടെ? അപ്പുറത്തുണ്ട്. കേറ്. പച്ചമ്മേ, നല്ല ഒന്നാന്തരം ചീര കൊണ്ടുവന്നിട്ടുണ്ട്. പട്ട് ചീര. ദേ, വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ മാധവി? ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ ജോലിക്കാരി പെണ്ണെവിടെ പോയി? മീനാക്ഷി. അവളും പോയി മാധവി. അയ്യോ, പോയോ? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. മാധവി വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. കേൾക്കണ്ടേ? ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ, എങ്കിൽ മൂപ്പിന്ന് കൈയിട്ട് വരാൻ നോക്കിക്കാണും. നാണക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ. കൊച്ചമ്മേ, ആ മനുഷ്യനെ ഇവിടുന്ന് ഓടിക്കാതെ ഇവിടെ വേലക്കാരികൾ വഴത്തില്ല. എത്ര എണ്ണത്തിന് ഞാൻ കൊണ്ട് തന്നു? ഒരെണ്ണം നിൽക്കുന്നുണ്ടോ? മാധവി എവിടെന്നെങ്കിലും ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ എന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ആട്ട് നോക്കട്ടെ. ഇനി ഒരുത്തിയുണ്ട്. ആളല്പം ചിമിട്ട. ഇങ്ങോട്ട് കയറി പിടിച്ചാ അങ്ങോട്ടും പിടിക്കും. പുള്ളിക്കാരനെ പോലുള്ളവർക്കേ അവളെ പോലുള്ളവർ തന്നെ വേണം. അവളെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ആരായാലും ഒന്ന് വേഗം വേണം, ഇല്ലെങ്കിൽ ഞാൻ കൊഴിഞ്ഞു പോകും മാധവി. വിഷമിക്കണ്ട കൊച്ചമ്മേ, വഴിയുണ്ടാക്കാം. സേതുവിന്റെ അമ്മേ, കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചോ? അവര് നേരത്തെ കഴിച്ചു. വേറെ കറിയൊന്നും ഇല്ലേ അമ്മേ? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ മോനെ? ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കൂട്ടി എങ്ങനെ കഴിക്കാനാ? വാസ്തവം വാസ്തവം. എന്നാൽ എന്തെങ്കിലും കൂട്ടി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തടി പൊങ്ങൂ. അതുകൊണ്ട് ഞാൻ ഈ വഴിപാട് കഴിക്കുക. ഒരു കാര്യം ചെയ്യാം വാസന്തി, ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട.
രാത്രി പട്ടിണി കിടന്ന നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ ഈ മുഖമൊക്കെ വല്ലാതെ വളരെയിരിക്കും, അതറിയാമോ? ഓ, അതൊന്നും സാരമില്ല. സാരമില്ലെന്ന് വാസന്തി പറഞ്ഞാൽ മതിയോ? ആളുകൾ എന്നെ കുറ്റം പറയൂ. വരൂ, ഒന്നുകിൽ നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം, അല്ലാതെ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ ഓ, ഇത് വലിയ ശല്യമായല്ലോ. കിടക്കാനും സമ്മതിക്കില്ലേ? മുത്തശ്ശി, എന്താ മോളെ? മുത്തശ്ശി ഇന്നെന്താ കഥയൊന്നും പറയാത്തെ? മുത്തശ്ശിക്ക് വയ്യ മോളെ. വേണ്ട, മുത്തശ്ശി ഇന്ന് കഥയൊന്നും പറയണ്ട. ഒത്തിരി ജോലി ചെയ്തതാ. ഉറങ്ങിക്കോ മുത്തശ്ശി. നാളെ ചോറ് വെക്കുമ്പോ മുത്തശ്ശിയെ ഞാൻ സഹായിക്കാം. ഞാനും സഹായിക്കാം മുത്തശ്ശി. വളരെ സന്തോഷം. ഇപ്പൊ ഏതായാലും രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക്. മോള് കിടന്നു. ആ, മോൻ കിടന്നു. ദൈവമേ, സർവീശ്വരാ. ബിന്ദു, തേങ്ങ നല്ലപോലെ അമ്മുക്കി ചെരണ്ട്. ചെരണ്ട. മക്കൾക്കിന്ന് സ്കൂളിൽ പോണ്ടായോ? മുത്തശ്ശിയെ സഹായിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം. ആ, നിങ്ങളുടെ സഹായമാ എനിക്കിപ്പോ ബുദ്ധിമുട്ടായത്. അതെന്താ മുത്തശ്ശി? ഒന്നുമില്ല, ചെയ്തോ. സേതുവിന്റെ അമ്മേ, ഏ, എനിക്ക് കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വേണമായിരുന്നു. അങ്ങോട്ട് കൊടുത്തയക്കാം. അതെ, മതി, അത്ര ധൃതിയൊന്നുമില്ല. ഈ മുത്തച്ഛന് നാണമില്ലല്ലോ ഇങ്ങനെ നടക്കാൻ. മുത്തച്ഛന് ഒരു വലിയ മുണ്ട് മേടിച്ചു കൊടുക്കാൻ നമുക്ക് അച്ഛനോട് പറയാം. അമ്മായി, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. നിക്കും മോനെ, ഇപ്പൊ തരാം. ഇഡ്ഡലി ഒന്ന് വന്നോട്ടെ. ആ മോനെ, ഈ ബക്കറ്റിൽ ഇരിക്കുന്ന ചൂടുവെള്ളം അച്ഛന് കുളിമുറിയിലേക്ക് ഒന്ന് കൊടുത്തേക്ക്. അച്ഛാ, ചൂടുവെള്ളം. എടാ, കോളേജിൽ പോകുന്ന നീയാണോടാ ചൂടുവെള്ളം കൊണ്ടുവരുന്നത്? നീ വീട്ടു ജോലിയൊന്നും ചെയ്ത് ഭക്ഷണമാകണ്ട. കൊണ്ടുപോടാ. എടാ, ഇവിടെ കൊണ്ടുവരാൻ കളിക്കുന്നോ? എവിടെ വെക്കണം? എന്റെ നെഞ്ചത്തോട്ട് വെച്ചേരെ. നെഞ്ചത്ത് വെക്കേണ്ട തീയല്ലേ, അത് ചത്തിട്ട് പോരെ അച്ഛാ? തന്തയ്ക്ക് ഉറക്കാത്തവനെ. അത് എന്റെ കുഴപ്പമാണോ അച്ഛാ? ഇതൊന്ന് റിപ്പയർ ചെയ്ത് തീർന്നിട്ട് എന്നെ സമയത്ത് ഹോട്ടലിൽ കൊണ്ട് വിടാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് വാസന്തി. 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. പ്ലഗ് സ്പാർക്ക് ചെയ്യുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്താൽ ഇപ്പൊ സ്റ്റാർട്ട് ആവും. നീ ഒരുങ്ങിക്കോ, അപ്പോഴത്തേക്ക് വണ്ടി റെഡിയാക്കിയേക്കാം. ചെല്ലേ. അല്ല, ഇത് ആരോ? ചെറിയമ്മയോ? സേതുവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് അവധിയാ. ചെറിയമ്മ തനിച്ചേ ഉള്ളൂ? ഓ, വേറെ ആരിക്കുന്നു കൂടെ വരാൻ? അവധിയായിട്ട് നിനക്കൊന്നും അങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. ഞങ്ങൾ എല്ലാരും കൂടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് വരാനിരിക്കല്ലേ. ചോദിക്കുമ്പോഴൊക്കെ ഇത് തന്നെ പറയുന്നത് കേൾക്കാം. വരില്ലെന്ന് മാത്രം. ആ, ചേച്ചി എവിടെ? അമ്മ, എന്താ ചേച്ചിക്ക് പിന്നെ ആസ്മയുടെ അസുഖം തുടങ്ങിയോ? ഏയ്, അസുഖമൊന്നുമില്ല. അമ്മ അടുക്കളയിലുണ്ട്. അടുക്കളയില്ലോ? എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ജോലിക്കാരി പിരിഞ്ഞുപോയി. പകരം അമ്മയെ അടുക്കള ജോലിക്കാരിയാക്കിയോ? നന്നായി പോയി. ഇതാരാ വന്നിരിക്കുന്നേ? എത്ര നാളായി കണ്ടിട്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാമയെ സ്വപ്നം കണ്ടു. എന്നെയോ? എന്താ കാര്യം? അതിപ്പോ കാണാൻ അഴകും ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കുന്നേ. കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു മജ കിട്ടൂ. ഓഹോ, സേതുമാധവ, കുറച്ചു സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് മജ കിട്ടിക്കോട്ടെ.
എന്റെ ഭഗവാനെ, ഈ ചേച്ചിയുടെ ഒരു തലയിലെഴുത്തേ. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഈ പങ്കപ്പാട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ധാരൊക്കെയാ മക്കൾക്ക് ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? ഇന്ന് പഠിത്തമില്ലല്ലോ. ആണോ? ആ ദാ. ഞങ്ങൾക്ക് നിക്ഷേപ കൊടുക്കലിടാൻ കാശ്. ഓ, എന്നും പതിവുള്ളതാണല്ലോ. ഇന്ന് കൊച്ചുമുത്തശ്ശി മറന്നുപോയി. ദാ, ദാ, കൊണ്ടുപോയി നിക്ഷേപ കൊടുക്കലിട്. കൊണ്ടുപോടും. നിറയാറായി. നിറയുമ്പോ നമുക്ക് പൊട്ടിച്ചെടുത്ത് കഥപുസ്തകം വാങ്ങാം. വേണ്ട, എനിക്ക് ബബിൾഗം മേടിച്ചെന്നാ മതി. ശരി, കൊടുക്കാ. മുത്തശ്ശൻ കാണരുത് കേട്ടോ. കണ്ടാ കട്ടോണ്ട് പോയിക്കളയും. നേരാ, നമുക്ക് പാട്ട് വെക്കാം. ഒരു രക്ഷയില്ല വാസന്തി, കാർ സ്റ്റാർട്ട് ആകുന്നില്ല. നിങ്ങൾക്കിത് പഴയ വല്ല ഇരുമ്പ് കടക്കാർക്കും തൂക്കി വിറ്റൂടെ? ഒരു വണ്ടി കൊണ്ട് നടക്കുന്നു. ആ അതിരിക്കട്ടെ, ആരെവിടെ സംസാരിച്ചത്? സുഭദ്ര ചെറിയമ്മ വന്നിട്ടുണ്ട്. അയ്യോ, നാശായോ. ഒന്നാമത് ഇവിടെ വീട്ടുജോലിക്കാരിയില്ല. എന്ന് വെച്ച് ബന്ധത്തിലുള്ളവരാരും വീട്ടിൽ വരരുതെന്ന് പറയാനൊക്കോ? വാസന്തി ഹോട്ടലിൽ പോക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്തായാലും ഈ വിരുന്നുകാരുടെ ശല്യം തന്നെയാ. അങ്ങനെ പറയരുത് വാസന്തി, ആരും വരാണ്ടായ നമ്മൾ ഒറ്റയ്ക്കായി പോവില്ലേ? ആഹാ, വാസന്തി ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൊള്ളാം. ചേച്ചിക്കാണെങ്കിൽ അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. ആ ചേച്ചിയെ കൊണ്ട് പാചകം ചെയ്യിച്ച് കഴിക്കാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞങ്ങളൊരു ജോലിക്കാരിയെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ചെറിയമ്മേ. എങ്കിൽ പിന്നെ അതുവരെ വാസന്തി കൂടി അടുക്കളയിൽ കയറി ചേച്ചി ഒന്ന് സഹായിച്ചു കൊടുത്തൂടെ? അവരവരുടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതിന് അവമാനമൊന്നും ഇല്ലടി കൊച്ചേ. അപമാനത്തിന്റെ കാര്യം കൊണ്ടൊന്നും അല്ല ചെറിയമ്മേ. വാസന്തി ഒരു റിസപ്ഷനിസ്റ്റ് അല്ലേ? ഏത് ഇഷ്ടായാൽ എന്താടാ? അടുക്കളയിൽ കൊള്ളാത്തവളെ അങ്ങാടിയിലും ചെലവാകില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ അറിവുകളോട് പറയുന്നതാണ് ചെറിയമ്മേ. ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ ആപാത ചൂടെ സുന്ദരിയായിരിക്കണം. അടുക്കളപ്പണി ചെയ്താൽ വിരലുകളിൽ കറപിടിക്കും, കരിപുരളും, വിരലുകളുടെ ഭംഗി നഷ്ടപ്പെടും. അതുപോലെ തന്നെ അടുക്കളയിലെ പുകയൊന്ന് ടച്ച് ചെയ്താൽ മതി, ഈ സ്കിന്നിന്റെ കളർ മാറിപ്പോവും. അങ്ങനെ പറയാനാണെങ്കിൽ വേണ്ട 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 വേണ്ട, ഇത് തന്നെ കൂടുതലാ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് മനസ്സിലാക്കിയാലേ അത് ദോഷം. രാവിലെ ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. സേതുവേട്ടനടുത്തുണ്ടായിരുന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. വാസന്തി ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു വന്നിരിക്കുന്നു കോൺട്രി. എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല. കറക്റ്റ്. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യം എന്താ? നീ ഹോട്ടലിലേക്ക് പോ. എന്റെ മക്കളും കല്യാണം ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാര്യമാർക്ക് ജോലിയും ഉണ്ട്. പക്ഷേ അവർ അടുക്കളയിൽ കയറും, ശരിക്ക് ജോലിയും ചെയ്യും. ഒറ്റ മോന, ഇത്തിരി വൈകിയാണെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഏതോ കല്യാണമോ. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിക്കുന്നു. ചേച്ചിയുടെ വിധി. ആ, നീ ഞാൻ വന്ന കാര്യം പറയാം. ചേച്ചിക്ക് കന്യാകുമാരി പോണ്ട ഒരു കാര്യമില്ലേ? അയ്യോ പിന്നെ, സേതുവിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? എങ്കിലും ഞങ്ങൾ പോകുന്നുണ്ട്. ചേച്ചി വരുന്നുണ്ടോന്ന് അറിയാനാണ് ഞാൻ വന്നത്. അതെന്താ സൂത്രൻ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ വരുന്നുണ്ട്. സേതുവിന് സമയം കിട്ടിയിട്ട് അതവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാ ഞാൻ വീട്ടിൽ ചെന്ന് പോകാനുള്ള തീയതിയൊക്കെ നിശ്ചയിച്ചിട്ട് വരാം. ഇപ്പൊ ഞാൻ പോയിക്കോട്ടെ? പോകാനോ? നീ ഒന്നും കഴിച്ചില്ലല്ലോടി. കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. ഞാൻ പാചകം ചെയ്തുകൊണ്ടായിരിക്കും. ചേച്ചി പാചകം ചെയ്തത് അമൃതുപോലെ കഴിച്ചിട്ടുള്ളവളാണ് ഞാൻ. ഇനി കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ ചുറ്റുപാടിൽ വേണ്ട ചേച്ചി, ഞാൻ പോകുന്നു. എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണുന്നത്? കൊള്ളാം. കൊച്ചമ്മ അങ്ങോട്ട് മാറി നിന്നേ. തുണിയൊക്കെ മാധവി ഇണക്കി തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് കയറത്തില്ല. എന്നാ പഴയ വല്ല കിഴവുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അതിലപ്പുറം. അതെന്താ? എന്റെ കൊച്ചമ്മേ, രാത്രിയിൽ ആ മനുഷ്യൻ ജനലിന്റെ അടുത്ത് ചെന്ന് അവരെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. അതെന്തിനാ? പ്രേതബാധയുള്ള വീടാണെന്ന് വിചാരിച്ച് കിളവികളൊക്കെ സ്ഥലം വിട്ടാ കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് നിർത്തൂലേ?
എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. ആ അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? ആ എല്ലാരും കുറച്ച് പഠിക്കട്ടെ. കൊച്ചമ്മയെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്താൽ മതി.